Hi friends, good morning all. In previous classes, we have already discussed what are the accounts to be prepared in order to find out the progress of non-profit organization, right? So today we are going to learn how to prepare these accounts, how to prepare the receipt and payment account. Before commencing that topic, you have to know what are the differences between income and expenditure account and receipt and payment account. Clear? So നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു receipt and payment account എന്താണ്, നമ്മൾ പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്ന്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഹൗ ടു പ്രിപ്പയർ ദീസ് അക്കൗണ്ട്സ് ആണ്. എങ്ങനെയാണ് ഈ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെയാണ് വരയുന്നത്. നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ഫോർമാറ്റിൽ നമ്മൾ പഠിച്ചതാണ്. ഡെബിറ്റിൽ എന്തൊക്കെ എടുക്കുന്നു, അതല്ല ക്രെഡിറ്റിൽ എന്തൊക്കെ എടുക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യുന്നു. അതിന് തൊട്ടു മുന്നേ you have to thorough with the term income and expenditure account, right? So today we are going to learn what are the differences between income and expenditure account and receipt and payment account. Then only you can prepare the receipt and payment account, right? So first നമ്മൾ receipt and payment account നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു it looks like cash book, right? It records only cash transactions, so it ignore non cash items. ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എവിടെ എടുക്കൂ, ക്യാഷ് ബുക്കിലേക്ക് എടുക്കൂ. ക്യാഷ് ബുക്ക് തന്നെയാണ് എന്ത്, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റിയൽ അക്കൗണ്ട്. എന്തായിരുന്നു റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറയുന്നത്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. സോ ഇത് ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. ക്ലിയർ? അസറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റെസീറ്റ് പേയ്മെന്റ് അക്കൗണ്ട് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, റിയൽ അക്കൗണ്ട് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. സോ ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് വരുന്ന സമയത്ത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്ന സമയത്ത് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നോമിനൽ അക്കൗണ്ട് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നോമിനൽ അക്കൗണ്ട്. ക്ലിയർ? സോ റെസീറ്റ് പേയ്മെന്റ് അക്കൗണ്ട് കാണാൻ ക്യാഷ് ബുക്ക് പോലെയാണ്, അതുകൊണ്ട് ഇതിനെ നമുക്ക് റിയൽ അക്കൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. കാരണം ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. ഇവിടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് പേര് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. സോ നോമിനൽ അക്കൗണ്ട് എന്താ, നോമിനൽ അക്കൗണ്ട് റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻ. സോ ഇവിടെ നമ്മൾ എക്സ്പെൻസിനെ കുറിച്ചും ഇൻകത്തെ കുറിച്ചും മാത്രം നമ്മൾ പോയിന്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇറ്റ് ലുക്സ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് നോമിനൽ അക്കൗണ്ട്, റൈറ്റ്? സോ രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഉപയോഗിച്ചിട്ടാണ്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ ഇറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട്സ് വിത്ത് എനി ഓപ്പണിംഗ് ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഒന്നുമില്ല. സോ ഇറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട്സ് വിത്ത് എനി ഓപ്പണിംഗ് ബാലൻസ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്തുപോലെയാണ്, ഇറ്റ് ലുക്സ് ലൈക്ക് ക്യാഷ് ബുക്ക്. അപ്പൊ ഇതെന്തായിരിക്കും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇറ്റ് ലുക്സ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, റൈറ്റ്? ഇനി ഇവിടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് നമ്മൾ എന്ത് ട്രാൻസാക്ഷൻസ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്, ഇറ്റ് ഇഗ്നോർ നോൺ ക്യാഷ് ഐറ്റംസ്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇറ്റ് റെക്കോർഡ്സ് നോൺ ക്യാഷ് ഐറ്റംസ്. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സിന് സ്കോപ്പ് ഉണ്ട്. ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം പറഞ്ഞാൽ ക്യാഷ് റെസീറ്റ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ് ആണ്. ക്യാഷ് കിട്ടാനുള്ളത് അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കാനുള്ളത് നമ്മൾ എവിടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യൂല. ഈ പറയുന്ന റെസീറ്റ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യൂല. പക്ഷെ ഇവിടെ കൊടുക്കാനുള്ളത്, കിട്ടാനുള്ളത്, വിച്ച് മീൻസ് അഡ്ജസ്റ്റ്മെന്റ്സ്, എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സിനും എവിടെ സ്കോപ്പ് ഉണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് സ്കോപ്പ് ഉണ്ട്. പക്ഷെ there is no scope for adjustment in receipt and payment account. കാരണം ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ക്യാഷ് വന്നാൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യും, ക്യാഷ് പോയാൽ നമ്മൾ ഇതിവിടെ റെക്കോർഡ് ചെയ്യും. ഇനി വരാനുള്ളത് അല്ലെങ്കിൽ കിട്ടാനുള്ളത് അല്ലെങ്കിൽ കൊടുക്കാനുള്ളത് നമ്മൾ ഇവിടെ എഴുതൂല, റെസീറ്റ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് എഴുതൂല. ഇനി ക്യാഷ് കൊടുക്കാനുള്ളത്, കിട്ടാനുള്ളത്, എല്ലാവിധ അഡ്ജസ്റ്റ്മെന്റ്സുകളും നമ്മൾ എവിടെ എഴുതും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എഴുതും. So it records non-cash items.
Ready? Then receipt and payment account in a debit സൈഡിൽ മുഴുവൻ ക്യാഷ് റെസിപ്റ്റും ക്രെഡിറ്റ് സൈഡിൽ മുഴുവൻ ക്യാഷ് പേയ്മെന്റ്സും നമ്മൾ എടുക്കുമെങ്കിൽ ക്ലിയർ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എല്ലാവിധ റവന്യൂ എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ഇൻഡയറക്റ്റ് ഇൻകംസും നമ്മൾ എടുക്കും. ക്ലിയർ? These are the differences, major differences between receipt and payment account and income and expenditure account. Clear? So listen, first one, it's treated as a real account, then income and expenditure account is treated as nominal account, right? So it starts with opening balance. It does not start with any opening balance. It looks like a cash book. Income and expenditure account looks like a profit and loss account, right? So it taken a non-cash items, like non-cash transactions. So it records non-cash items, which means adjustments. Debit side shown only receipts, then credit side shown expenditures, right? So here in income and expenditure account, debit side shown all expenses are shown on the debit side, all indirect incomes are shown on the credit side. These are the major differences between receipt and payment account and income and expenditure account. Now we are going to learn how to prepare a receipt and payment account. Clear? You know the format of receipt and payment account. Clear? There are both sides, means debit side and credit side. Revenue receipt and capital receipts are shown on the debit side. Revenue expenditures and capital expenditures are shown on the credit side. Clear? You know the format. So now we are going to learn how to prepare the receipt and payment account. Before that, you have to thorough with some terms in non-profit organizations, right? Then only you can prepare easily a receipt and payment account. So first one, subscription. നിങ്ങൾ കണ്ടിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസീപ്റ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ നിങ്ങൾ ഒരു ഐറ്റം കണ്ടിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ. എന്താണെന്ന് അറിയില്ല അല്ലെ? സബ്സ്ക്രിപ്ഷൻ അതിന്റെ കൂടെ നമ്മൾ പെയ്ഡ് എന്ന് പറയുന്നെങ്കിൽ നമുക്കറിയാം എക്സ്പെൻസ് ആണ്. പെയ്ഡ് എന്ന് കണ്ടാൽ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് പറയാം. ദെൻ റിസീവ്ഡ് എന്ന് പറയുന്നെങ്കിലോ നമുക്കറിയാം ഇതെന്താണ്? ഇൻകം ആണ്. സെന്റൻസിന്റെ കൂടെ ടേമിന്റെ കൂടെ റിസീവ്ഡ് എന്ന് കാണുമ്പോൾ നമുക്ക് പറയാം എന്താണ്? ഇൻകം ആണ്. പക്ഷേ ഇവിടെ റിസീവ്ഡ് എന്നോ പെയ്ഡ് എന്നോ പറഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചൊരു അസംഷൻ. എന്തായാലും നിങ്ങളുടെ അസംഷൻ അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ഐറ്റംസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ പെയ്ഡ് എന്നോ റിസീവ്ഡ് എന്നോ പറയാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്, അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. ക്ലിയർ? സോ നമ്മൾ ഈ ബേസിക് ടേംസ് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്തിന് പോവുക? റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ എങ്ങനെയാണ് നമ്മൾ പോവുക. ക്ലിയർ? സോ ഫസ്റ്റ് വൺ, സബ്സ്ക്രിപ്ഷൻ. Ready? Subscription is a fee or amount received by the non-profit organization from its members annually or yearly. Clear? ഓരോ വർഷത്തിലും മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലേക്ക് വരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ ആരാണ്? നമ്മൾ ആരുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്നത്? നമ്മൾ ആരുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുക? ബിസിനസ് ഫേമിന്റെയാണ്, അല്ലെങ്കിൽ നമ്മളാണ് ട്രസ്റ്റ്, നമ്മളാണ് ക്ലബ്ബ്. ആ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? ഈ പറയുന്ന ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? നമ്മളാണ് ട്രസ്റ്റ്. ആ ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. സോ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് ഓരോ വർഷത്തിലും ആ പറയുന്ന ഫേമിന് കിട്ടുന്ന എമൗണ്ടിനെയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇൻകം അല്ലേ? സോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എൻ ഇൻകം. ഇത് ഇൻകം ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. സെക്കൻഡ് വൺ, ഡൊണേഷൻ. പേര് തരണ്ടല്ലേ, സംഭാവന കൊടുക്കുക. നമ്മൾ പേര് നമ്മൾ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമ്മളത് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ആർക്കാണോ സംഭാവന ചെയ്യുന്നത്, ക്ലബിന് സംഭാവന കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് സെന്റർ ഉണ്ട്, അവിടെ നമ്മൾ എന്ത് കൊടുത്തു? ഒരു സംഭാവന കൊടുത്തു, അല്ലെങ്കിൽ നമ്മളൊരു അമ്പലത്തിൽ സംഭാവന കൊടുത്തു, അല്ലെങ്കിൽ പള്ളിക്ക് നമ്മൾ സംഭാവന കൊടുത്തു. ക്ലിയർ? നമ്മളാണ് ആ പള്ളി, നമ്മളാണ് അമ്പലം, നമ്മളാണ് ട്രസ്റ്റ്.
ക്ലിയർ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിച്ച് മീൻസ് നമ്മളെ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ തരുന്ന സംഭാവന എന്ന് പറയുന്നത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്. പേര് കാണുമ്പോൾ നമ്മൾ എന്താണ് എക്സ്പെൻസ് ആകും. പക്ഷെ ഡൊണേഷൻ ഇസ് ട്രീറ്റഡ് ആസ് an income to the non-profit organization. So donation may be classified into two. First one, general donation. മറ്റൊന്ന് specific or special donation. So donation is treated as an income to the non-profit organization. Among that, there are two types of donation: general donation and specific or special donation. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു അമ്പലത്തിലേക്ക് ഒരു 5000 രൂപ സംഭാവന ചെയ്തു. ആ 5000 രൂപ അമ്പലത്തിന് കിട്ടുന്ന സമയത്ത് ആ അമ്പലത്തിന് ആ അമ്പലവുമായി ബന്ധപ്പെട്ട എന്ത് പേർപ്പസിന് വേണ്ടിയിട്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. So amount made to non-profit organization without any specific purpose. ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി കൊടുത്തതല്ല, അമ്പലത്തിന്റെ ഏത് പർപ്പസിന് വേണ്ടിയിട്ടും അവർക്കത് വിനിയോഗിക്കാം. സോ അത്തരത്തിലുള്ള ഡൊണേഷനെയാണ് ജനറൽ ഡൊണേഷൻ എന്ന് നമ്മൾ പറയുന്നത്. വിതൗട്ട് എനി സ്പെസിഫിക് പേർപ്പസ്. വിതൗട്ട് എനി സ്പെസിഫിക് പേർപ്പസ്. അപ്പോ സ്പെസിഫിക് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡൊണേഷൻ എന്തായിരിക്കും? Amount made to the non-profit organization for a specific purpose. ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി. നമ്മൾ നേരത്തെ 5000 രൂപ അമ്പലത്തിന് കൊടുത്തപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല അത് ഏത് പർപ്പസിന് വേണ്ടിയിട്ട് അമ്പലത്തിന് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അമ്പലത്തിലേക്ക് ഒരു 5000 രൂപ നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ പറയാണ് അമ്പലത്തിന്റെ മുന്നിലത്തെ ഗേറ്റിന് വേണ്ടിയിട്ടാണ് തരുന്നത്. ഗേറ്റ് പണിയാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് എങ്കിൽ ആ അമ്പലത്തെ കമ്മിറ്റിക്ക് ആ പൈസ എന്തിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഗേറ്റ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം നേരത്തെ എന്തിനു ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു? എല്ലാ പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. രണ്ടാമത്തേതോ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സോ amount paid or made to the non-profit organization for a specific purpose. അത്തരത്തിലുള്ള ഡൊണേഷനെയാണ് സ്പെസിഫിക് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡൊണേഷൻ എന്ന് പറയുന്നത്. ബോത്ത് ആർ ട്രീറ്റഡ് ആസ് an income. ഡൊണേഷൻ എന്ന് കാണുമ്പോൾ നമ്മൾ സംഭാവന എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് മനസ്സിൽ വിചാരിക്കും. പക്ഷേ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്? ഇൻകം ആണ്. ക്ലിയർ? പറഞ്ഞു മനസ്സിലായോ? മൂന്നാമത്തേത് എൻട്രൻസ് ഫീസ്. എൻട്രൻസ് ഫീസ്. എൻട്രൻസ് ഫീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മളിപ്പോ ഒരു തിയേറ്ററിൽ പോവാണ്. നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കണം അല്ലേ? അപ്പൊ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്താൽ ടിക്കറ്റ് എടുക്കുന്നത് നമ്മളെ സംബന്ധിച്ചൊരു എക്സ്പെൻസാണ്. പക്ഷെ ഇവിടെ കേൾക്കുമ്പോൾ എക്സ്പെൻസ് ആണ്. പക്ഷേ എൻട്രൻസ് ഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ക്ലബ്ബാണ്, നമ്മൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആ ടൂർണമെന്റ് കാണാൻ വരുന്ന ആളുകൾ ടിക്കറ്റ് എടുത്ത് കയറണം. അപ്പൊ ഓരോ വ്യൂവേഴ്സ് വരുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 100 രൂപ ടിക്കറ്റ് അന്നിരിക്കാം. ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടിക്കറ്റ് എടുക്കുന്നു, 100 രൂപ പേ ചെയ്യുന്നു. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ആ കിട്ടുന്ന 100 രൂപ എന്ന് പറയുന്നത് ഇൻകം ആണ്. ദാറ്റ് ഈസ് എൻട്രൻസ് ഫീസ്. ക്ലിയർ? ട്രീറ്റഡ് ആസ് an income. Then fourth one, endowment fund. Endowment fund. Endowment fund means it's a gift, huge amount. Gift for huge amount. Gift of huge amount. വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഗിഫ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻഡോമെന്റ് ഫണ്ട് എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോ ഒരു 50 ലക്ഷം രൂപയുടെ ഒരു ഗിഫ്റ്റ് കൊടുത്തു ഒരു ട്രസ്റ്റിലേക്ക്. ക്ലിയർ? അപ്പോ ആ 50 ലക്ഷത്തിന്റെ എമൗണ്ടിനെ വിളിക്കുന്ന പേര് എൻഡോമെന്റ് ഫണ്ട്. അതെന്താണ്? സ്ഥാപനത്തെ സംബന്ധിച്ചൊരു ഇൻകം ആണ്. നമ്മളിപ്പോ ഒരു തണൽ ഡയാലിസിസ് സെന്റർ ഉണ്ട്, അവർക്ക് നമ്മളൊരു 50 ലക്ഷം രൂപയുടെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു, ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അപ്പൊ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇൻകം ആണ്. വലിയ പൈസയുടെ ഗിഫ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? എൻഡോമെന്റ് ഫണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. മറ്റൊന്ന് ലെഗസീസ്. ലെഗസീസ് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അകത്തുള്ള ഫോർമാറ്റ് കാണാൻ സാധിക്കും. പക്ഷെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇതും കൂടാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. സോ ലെഗസി മീൻസ് ഇറ്റ് ഇസ് amount or gift received by non-profit organization as per the will of the person. വിൽപത്ര പ്രകാരം നമ്മളിപ്പോ ഒരു മരണാസന്റെ വേളയിലൊക്കെ നമ്മളൊരു വിൽപത്രമൊക്കെ എഴുതൂല്ലേ? ചില അനാഥാലയങ്ങൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയും. നമ്മുടെ സ്ഥാപനം ഞങ്ങൾ വസ്തുക്കളൊക്കെ ഒരു അനാഥാലയത്തിന് സംഭാവന ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോ ഈ അനാഥാലയത്തെ സംബന്ധിച്ചിടത്തോളം ആ കിട്ടുന്നത് ഇൻകം അല്ലേ? സോ ലെഗസി ഇസ് an income to the non-profit organizations. Next item, sale of
ഓൾഡ് ന്യൂസ് പേപ്പർ. അല്ലെ, പേര് തന്നെ സെയിൽസ് ആണ്, ഇൻകം ആണ്. ചിന്തിക്കണ്ട, നമ്മുടെ ക്ലബില് ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്, ന്യൂസ് പേപ്പർ ഉണ്ട്, നമ്മൾ ഡെയിലി വായിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചാണ്. അതൊക്കെ കെട്ടിക്കിടന്ന് നമ്മൾ വീട്ടിലുള്ള ന്യൂസ് പേപ്പർ നമ്മൾ എന്ത് ചെയ്യും, ഒരു കാലം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വിൽക്കൂലേ, ഷോപ്പ് കൊണ്ട് വിൽക്കുമല്ലോ, അല്ലെങ്കിൽ ആർക്കും കൊടുക്കുമല്ലോ. സോ അങ്ങനെ നമുക്ക് എന്ത് വിറ്റ് കഴിയുമ്പോഴേ നമുക്ക് എന്ത് കിട്ടും, പൈസ കിട്ടുമല്ലോ. സോ പഴയ ന്യൂസ് പേപ്പർ വിറ്റ് നമുക്ക് പൈസ കിട്ടി, ഇൻകം. ചിന്തിക്കണ്ട, അതെന്താണ്, ഇൻകം ടു ദി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്, സ്ഥാപനത്തെ സംബന്ധിച്ച ഇൻകം ആണ്. Then sale of sports materials. അത് എന്ത് തന്നെയാ, ഇൻകം തന്നെയാ. കാരണം എന്താ, സെയിൽസ് കാണുന്നത്, നമ്മൾ എന്ത് വിറ്റാൽ നമുക്ക് എന്ത് കിട്ടണം, കാശ് കിട്ടണം. സോ ഇൻകം. The next one, government grant and subsidies. ഗവൺമെന്റ് ഗ്രാന്റ്, നമുക്ക് ഗവൺമെന്റ് ഗ്രാന്റ് അനുവദിച്ചു, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടി, which means income. Income on. Next one, life membership fees. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. അപ്പൊ നമ്മുടെ ക്ലബിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ട്രസ്റ്റിലുള്ള ഓരോ മെമ്പേഴ്സും ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മെമ്പർഷിപ്പ് ഫീസ് ആയിട്ട് എമൗണ്ട് കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, നേരത്തെ പഠിച്ച സബ്സ്ക്രിപ്ഷനും ഇത് ഒരുപോലെ തന്നെയല്ലേ? അല്ല, കാണുമ്പോഴോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരുപോലെ തോന്നുന്നത്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒറ്റ പ്രാവശ്യം കൊണ്ടുവരുന്ന മെമ്പർഷിപ്പ് ഫീസിനെയാണ് എന്ത് വിളിക്കുന്നത്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് വിളിക്കുന്നത്. ഒറ്റ പ്രാവശ്യം അടക്കേണ്ടതുള്ളൂ, ലൈഫിലുടനീളം ആകെ ഒറ്റ പ്രാവശ്യം അടച്ചാൽ മതി. പക്ഷെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഓരോ വർഷവും കൊണ്ടുവരുന്ന എമൗണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്, സബ്സ്ക്രിപ്ഷൻ. പക്ഷെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം കൊണ്ടുവരുന്നുള്ളൂ. ഇൻകം ടു ദി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. കാരണം മെമ്പേഴ്സ് കൊണ്ടുവരുന്ന എമൗണ്ട് ആണ് ആർക്കാ കിട്ടുന്നത്, സ്ഥാപനത്തിനാണ് കിട്ടുന്നത്. നമ്മുടെ സ്ഥാപനത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്നത്. സോ ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് ആൻ ഇൻകം ടു ദി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, റൈറ്റ്? നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ട് ഇമ്പോർട്ടന്റ് ടേം ആണ് ക്യാപിറ്റൽ ഫണ്ട്. നമ്മൾ സാധാരണ ട്രേഡിംഗ് കൺസേണിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ട്രേഡിംഗ് കൺസേൺ സാധാരണ പ്രോഫിറ്റ്ഫുൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ആദ്യം നമ്മൾ എടുക്കും ക്യാപിറ്റൽ, റൈറ്റ്? ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഫണ്ട് ഓഫ് ദി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ട്രേഡിംഗ് കൺസേണിന്റെ ക്യാപിറ്റൽ എന്താണോ അതിന്റെ മീനിങ്ങിന് തുല്യമാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ക്യാപിറ്റൽ ഫണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എന്തുകൊണ്ട് വിളിക്കുന്നില്ല? നമ്മൾ ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എനി പേഴ്സൺ ടു എസ്റ്റാബ്ലിഷ് എൻ ഓർഗനൈസേഷൻ. ക്ലിയർ? സോ ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ എന്ത് കൊണ്ടുവന്നാൽ അതിന് നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ക്യാപിറ്റൽ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ദാറ്റ് ഫേം ഈസ് ലയബിൾ ടു പേ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി പേഴ്സൺ. അല്ലെ, ആ എമൗണ്ട് എത്രയാണോ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് ഇന്നല്ലെങ്കിൽ നാളെ സ്ഥാപനം അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സ്ഥാപനത്തിന്റെ ബാധ്യതയാണ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് there is no scope for profit. പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല ഇവിടുന്ന്. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് വേണ്ടിയിട്ടല്ല നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. സോ എമൗണ്ട് ക്യാപിറ്റൽ എന്നാണ് ഇതിനെ വിളിച്ചതെങ്കിൽ സ്ഥാപനം ഈ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ക്യാപിറ്റൽ എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാ. പക്ഷേ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഒരു റിട്ടേൺ പോലും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എന്ന് വിളിക്കാതെ ക്യാപിറ്റൽ ഫണ്ട് എന്ന് വിളിക്കുന്നത്. കാരണം സ്ഥാപനം ഒരിക്കലും ഈ എമൗണ്ട് ആളുകൾക്ക് തിരിച്ചു കൊടുക്കുന്നതല്ല. പക്ഷെ ഇവിടെയോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരാണോ ഇൻവെസ്റ്റ് ചെയ്ത് അയാൾക്ക് തിരിച്ച പൈസ കിട്ടണം, മുതൽ കിട്ടി എന്ന് പറയില്ലേ? പക്ഷെ ഇവിടെ നമുക്കൊരു മുതലും കിട്ടില്ല. കാരണം there is no scope for profit. എന്തിന് സ്കോപ്പില്ല? പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ഒരു സ്കോപ്പും ഇല്ല. ഇത് ജസ്റ്റ് ഒരു സോഷ്യൽ വെൽഫെയറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് there is no scope for profit. So that is why it is known as capital capital fund instead of capital. Capital എന്ന് പറയുന്ന ടേമിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് capital fund. Clear? Should be shown on the liability side of the balance sheet. സാധാരണ ക്യാപിറ്റൽ എവിടെയാണോ കാണിക്കുക അതേപോലെ ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് കാണിക്കും. അപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ കാണിക്കുന്ന സമയത്ത് സാധാരണ പ്രോഫിറ്റ്ഫുൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഈ പറയുന്ന ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ കാണിക്കുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യാറുണ്ടല്ലോ.
നെറ്റ് ലോസ് ആണെങ്കിലോ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യുമല്ലോ. അതേപോലെ സോ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്ന സാധനം ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കുക. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ബാലൻസ് ഷീറ്റ്. ആ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ ഇവിടെ ക്യാപിറ്റൽ നമ്മൾ കാണിക്കാറുണ്ട് അല്ലെ. പ്രോഫിറ്റ് ഫുൾ ഓർഗനൈസേഷൻ ആകുമ്പോൾ ആ ക്യാപിറ്റൽ കാണിക്കുന്ന സമയത്ത് ഇന്നർ കോളം നമ്മൾ ക്യാപിറ്റൽ എന്ന് എഴുതുന്നു. പ്ലസ് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. ലോസ് ആണ് കിട്ടുന്നതെങ്കിൽ ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഔട്ടർ കോളം നമ്മൾ കാണിക്കുക. അതേപോലെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ കാണിക്കണം. അപ്പോ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ക്യാപിറ്റൽ ഫണ്ട് ഷുഡ് ബി ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അപ്പോ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റ് ആ കിട്ടുന്നെങ്കിൽ ക്യാപിറ്റലിൽ കൂടെ ആഡ് ചെയ്യുന്നു. അതിന് തുല്യമാണ് ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെബിറ്റിലാണ് ബാലൻസ് എങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സർപ്ലസ് ആയിരിക്കും. ഇനി ക്രെഡിറ്റിലാണ് ബാലൻസ് എങ്കിൽ നമുക്കറിയാം ഡെഫിസിറ്റ് ആയിരിക്കും. സോ നെറ്റ് പ്രോഫിറ്റിന് ഈക്വൽ ആണ് നമുക്ക് ഇവിടെ പറയുന്ന സർപ്ലസ്. പക്ഷേ പ്രോഫിറ്റ് അല്ലാത്തത് കൊണ്ടാണ് ടേം മാറുന്നത് സർപ്ലസ് ആണ്. ഇനി നെറ്റ് ലോസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ഡെഫിസിറ്റ് ആണ്. അപ്പോ ക്യാപിറ്റൽ ഫണ്ട് എടുക്കുന്ന സമയത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്ത പോലെ ഇവിടെ സർപ്ലസ് ആഡ് ചെയ്യുക. ഇനി നെറ്റ് ലോസ് മൈനസ് ചെയ്ത പോലെ ഇവിടെ ഡെഫിസിറ്റ് ആണെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്തിട്ട് വേണം ഔട്ടർ കോളം കാണിക്കാൻ. സോ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. നെറ്റ് ലോസ് ആണെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ഇവിടെ വരുന്ന സമയത്ത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്നും മൈനസ് ചെയ്തിട്ടും കാണിക്കണം. അതാണ് ക്യാപിറ്റൽ ഫണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരു ഐറ്റം ഉണ്ട്, ഹോണറേറിയം. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ഇമ്പോർട്ടന്റ് ടേം ആണ് ഹോണറേറിയം. Honorarium. It is the amount made to the person for rendering services to the non-profit organization. എന്താ പറയുന്നത്? നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലേക്ക് ഒരാൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാൾ കൊടുക്കുന്ന പാരിതോഷികത്തെ വിളിക്കുന്ന പേര് ഹോണറേറിയം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മുടെ ക്ലബ്ബാണ്, ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അത് ഇനോഗ്രേഷന് വേണ്ടി നമ്മൾ ഒരാളെ വിളിച്ചു. അപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്യുന്ന അയാൾക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അയാൾക്ക് നമ്മൾ റെമ്യൂണറേഷൻ കൊടുക്കും. ആ ഫീസിനെ ആ എമൗണ്ടിനെ വിളിക്കുന്ന പേര് ഹോണറേറിയം. ഷുഡ് ബി ട്രീറ്റഡ് ആസ് ആൻ എക്സ്പെൻസ്. ഇതെന്താണ് ഹോണറേറിയം? എക്സ്പെൻസ് ആണ്. ഹോണറേറിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എന്തെങ്കിലും ഒരു സർവീസ് ഒരാൾ പ്രൊവൈഡ് ചെയ്ത് തരുന്ന സമയത്ത് നമ്മൾ ആ സർവീസ് പ്രൊവൈഡ് ചെയ്ത ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് ഹോണറേറിയം എന്ന് വിളിക്കുന്നത്. എക്സ്പെൻസ് ആണ്, ഓർത്തു വെച്ചോ. അടുത്തത് ലോക്കർ റെന്റ്. നമ്മളിപ്പോ ബാങ്കിൽ പോയിട്ട് നമ്മളൊരു ഓർണമെന്റ്സ് ലോക്കറിലേക്ക് വെച്ചു, നമ്മൾ ലോക്കർ റെന്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, എക്സ്പെൻസാ. പക്ഷേ ഇവിടെ ഈ ലോക്കർ റെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലോക്കറാണ്. അവിടെ നമ്മുടെ ആളുകൾ ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഡോക്യുമെന്റ്സോ നമ്മൾ ലോക്കർ സൂക്ഷിക്കുന്നതിന് പകരം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് ലോക്കർ റെന്റ്, ഇൻകം ആണ്. ഇത്ര ഐറ്റമാണ് മേജറായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി വരുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ അങ്ങോട്ട് പഠിക്കും. അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസി ആയിട്ട് ഫോർമാറ്റ് ഒന്നും നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്ര ഐറ്റം പഠിച്ച് തറവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു റെസീപ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെയാണ് ഫോർമാറ്റ് നോക്കാതെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാം. അതേപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാം, അത് രണ്ടും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.